കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷിയായി, കർത്താവിൻ്റെ ജീവൻ തരുന്ന, സമാധാനം തരുന്ന, നിത്യജീവൻ തരുന്ന, ഭയം മാറ്റുന്ന ജീവൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ഒരു ദിവസം കൂടെ കർത്താവ് തന്നു. കർത്താവിൻ്റെ അത്ഭുത നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം മനോഹരമായി ഞങ്ങളെ നടത്തി. കാര്യങ്ങളെല്ലാം കർത്താവായ യേശുവിൻ്റെ അത്ഭുതകരം തൊട്ട് നടത്തുന്നതും, ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് തിരിച്ചറിയുവാനും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദത്തിൽ താണിരിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. ജീവനുള്ള ദൈവത്തെ എല്ലാറ്റിനും വേണ്ടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നൊരു ചെറിയ ചിന്തയ്ക്കായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. കർത്താവായ യേശു ക്രിസ്തു യാക്കോബിനോടും യോഹന്നാനുമായി ശീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു എന്ന് വായിക്കുന്നു. അവിടെ ശീമോൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അതാണ് തിരുവചനം പറയുന്നത്. അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്ന് എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു വാക്യമാണ്. യേശു പനി പിടിച്ച് കിടന്നവളുടെ അടുത്ത് ചെന്നു കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടെ എനിക്ക് ചേർന്ന് പറയാൻ കഴിയും, തകർന്നവരുടെ അരികിലേക്ക് ഏറ്റവും സമീപസ്ഥനായി വരുന്ന ജീവനുള്ള ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് തിരുവചനം പറയുന്നു. ദൈവം തന്നെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് പറയും, ജീവനുള്ള ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലും മുന്നോട്ട് പോകുവാൻ എന്നെ പഠിപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതും ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനമാണ്. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കാലത്ത് ഇന്ന് ഞാൻ ആയിരിക്കുന്നത് പോലെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ യേശുക്രിസ്തു അത്ഭുതവാനും ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റുന്നവനാണെന്നും കണ്ണുനീരൊപ്പുന്നവനാണെന്നും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് അനുഭവിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ വചനം എൻ്റെ ജീവിതത്തിൽ സമാധാനം തന്ന ഒട്ടേറെ സമയങ്ങളുണ്ട്. 6 വർഷം മുൻപിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെല്ലാം തകർന്നെന്ന് വിചാരിച്ച സമയങ്ങൾ, എല്ലാം തീർന്നെന്ന് മനുഷ്യർ മുദ്ര കുത്തിയ സമയങ്ങൾ, ദൈവവേലയെക്കുറിച്ച് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പലരും വിധി നിർണയിച്ച സമയങ്ങൾ, എന്നാൽ മനുഷ്യൻ്റെ വിധികളെ മാറ്റി എഴുതിക്കൊണ്ട്, മനുഷ്യൻ്റെ നിർണയങ്ങളെ മാറ്റി എഴുതിക്കൊണ്ട് ജീവനുള്ള ദൈവം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടവരുത്തി. അവിടെയും തീർന്നില്ല. ഞാൻ ഓർക്കുന്ന ഒരു മെയ് മാസത്തിൽ മാരകമായ ക്യാൻസർ രോഗം ഞങ്ങളുടെ കുടുംബത്തിലേക്കും കടന്നു വന്നു. ഞാൻ ഇന്ന് ഇവിടെ നിന്നത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നെടുവീർപ്പിട്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. എൻ്റെ ഭാവിയെ ഓർത്ത് ഞാൻ ഒരുപാട് ആകുലപ്പെട്ട സമയങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞാൻ വളരെ ഉള്ളിൽ ആകുലം പേറിയ സമയങ്ങളുണ്ട്. എന്താകുമെന്ന് വിചാരിച്ച് ഞാൻ തകർന്നു പോയ സമയങ്ങളുണ്ട്. സമയത്തെല്ലാം ഞാൻ ഇന്ന് ഓർക്കും. എൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തുമാത്രം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് ആ കാലങ്ങളിൽ, എന്തുമാത്രം ഞാൻ തകർന്നു പോയെന്ന് എനിക്ക് എന്നെക്കുറിച്ച് പറയാനറിയില്ല. പക്ഷേ ഞാൻ തകർന്ന അത്രയും എൻ്റെ അരികത്ത് വന്നവനായ യേശുവിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ എന്നെ അനാഥയാക്കാതെ, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു വിധവയായി പോകാതെ, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൺമുമ്പിൽ അപ്പനില്ലാത്തവനായി വളർന്നത് കാണുവാൻ ഇടവരുത്താതെ, ജീവനുള്ള ദൈവം ആയുസ്സിനോട് ആരോഗ്യമുള്ള ദിവസങ്ങളും മാസങ്ങളും സംവത്സരങ്ങളും കൂട്ടിത്തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ പറയും, കടം കിട്ടിയ ഒരു ആയുസ്സുമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായൊരു ജീവിതവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എനിക്ക് പ്രശംസിക്കുവാനും പുകഴുവാനും ഒന്നുമില്ല. അവിടെ പറയുന്നു, അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചു. യേശു കടന്നു എന്ന വീട്ടിൽ
അവിടെ ഏറ്റവും അധികം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യേണ്ട പത്രോസിന്റെ അമ്മാവിയമ്മ ഒരുപക്ഷെ ഒരു വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ, ഒരു വിരുന്നുകാർ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനും അവരെ എല്ലാ വിധത്തിലും വീട്ടിൽ കൈക്കൊള്ളുവാനും ബദ്ധപ്പാടോടുകൂടെ ഓടി നടക്കേണ്ടവൾ ശുശ്രൂഷിക്കാനാവാതെ ശരീരത്തിൽ ബലഹീനതയോടുകൂടെ പനി പിടിച്ച് അവളൊരു മൂലയ്ക്ക് ഒതുങ്ങിക്കിടക്കുന്നതാണ് നാം ഈ തിരുവചന ഭാഗത്ത് നാം കാണുന്നത്. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, അവൻ അടുത്തു ചെന്നു, യേശു അടുത്തു ചെന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ അനുഭവത്തിൻ്റെ അടുത്ത് വരാൻ കഴിവുള്ള ഒരേ ഒരാളെ ഭൂമിയിലുള്ളൂ. പ്രിയപ്പെട്ടവരൊരു കൂട്ടായ്മയ്ക്ക് വരാൻ പരിമിതികളുണ്ട്, ഒരു മനുഷ്യന് വരാൻ പരിമിതികളുണ്ട്, അപ്പനും അമ്മയ്ക്കും വരാൻ പരിമിതികളുണ്ട്, കൂടെ പിറന്ന സഹോദരങ്ങൾക്ക് വരാൻ പരിമിതികളുണ്ട്. നാം ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ അരികത്ത് വരുവാൻ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, യേശു അവളുടെ അടുത്ത് ചെന്നു, ഏറ്റവും അരികത്ത് വരുവാൻ, നമ്മെ ഒന്ന് തൊടുവാൻ, നമ്മുടെ സ്ഥിതി ഒന്ന് മാറ്റാൻ, നമ്മുടെ കണ്ണുനീരൊന്ന് തൊപ്പുവാൻ, വേദനയിൽ ഒരു ആശ്വാസം തരുവാൻ, നമ്മുടെ മുറിവിലൊന്ന് തലോടുവാൻ, നമ്മുടെ ഉള്ളത്തെ ഒന്ന് തണുപ്പിക്കുവാൻ, നമ്മുടെ വേദനകൾക്കെല്ലാം പരിഹാരമുണ്ടെന്ന് പറഞ്ഞു തരുവാൻ, ഒരു വഴി നിനക്ക് വേണ്ടി തുറന്നു തരുമെന്ന് പറയുവാൻ, നീ നിൽക്കുന്ന മരുഭൂമിയിൽ ഒരു ഉറവുണ്ട് മകളെ എന്ന് പറയുവാൻ, ആ ഉറവ് തക്ക സമയത്ത് നാം കരയുമ്പോൾ ഞാൻ ഓർക്കും, ബർശേബ മരുഭൂമിയിലൂടെ ഹാഗാർ ഒരു കുഞ്ഞിനെ കുറുങ്കാടിന്റെ തണലിലിട്ട് അൻപിൻപാട് ദൂരത്തിരുന്നുകൊണ്ട് ഉറക്ക നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ കുട്ടിയുടെ നിലവിളി ദൈവം കേട്ടു. അവൾ നിൽക്കുന്നിടത്ത് ദൈവം ഒരു ഉറവ് തുറന്നു. ആ ഉറവ് അവിടെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ദൈവം അവൾക്ക് വേണ്ടി ഒരു ഉറവ് തുറന്നു കൊടുത്തു. അവളുടെ ദാഹം മാറി, കുഞ്ഞിന്റെ ദാഹം മാറി. ദൈവത്തിന് മഹത്വം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നീ നിൽക്കുന്നിടത്ത്, നാം ആയിരിക്കുന്നിടത്ത് എല്ലാം വരണ്ടു എന്ന് പ്രതീക്ഷിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, എല്ലാം തീർന്നു എന്ന് നാം ചിന്തിക്കുന്നിടത്ത് ഒരു പുതിയ വാതിലായി, ഒരു പുതിയ വഴിയായി, ഒരു പുതിയ വാതിൽ തുറന്നു തരുവാൻ യേശു നമ്മുടെ അരികത്തേക്ക് വരികയാണ്. ആരെല്ലാം കൈനീട്ടി വിളിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ അരികത്തേക്കൊന്ന് വരാമോ കർത്താവേ, ഞാൻ തളരുമ്പോൾ, ഞാൻ തകരുമ്പോൾ, എനിക്ക് ആരുമില്ലെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ യേശുവേ നീ എൻ്റെ അരികത്തേക്കൊന്ന് കടന്നു വരാമോ. ഇവിടെ നാം വായിക്കുകയാണ്, യേശു അവളുടെ അരികത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചു. അത് എത്ര അനുഭവമാണ്. തളർന്നു പോയവനെ ഒരുവനെ കൈക്ക് കടന്നു പിടിച്ചാൽ എത്ര ബലമാണ്. നാം വേദനപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഒരാൾ വാത്സല്യത്തോടെ ഒന്ന് പിടിച്ചാൽ, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു തരാൻ ഒരാൾ നമ്മുടെ ബലഹീന കരങ്ങളിൽ പിടിച്ചാൽ അത് എത്ര പ്രചോദകമായിരിക്കും, അത് എത്ര വലിയ എൻകറേജ്മെന്റ് തരുന്ന ഒരു കാര്യമായിരിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവിടെ എഴുന്നേക്കാൻ പറ്റാതെ കിടന്നവളുടെ കയ്യിൽ യേശു കടന്നു പിടിച്ചു. അവൾ കടന്നു പിടിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, കൈക്ക് പിടിച്ചത് എഴുന്നേൽപ്പിക്കാനാണ്, പിന്നെയും കിടക്കാനല്ല, പിന്നെയും രോഗബാധിതയെപ്പോലെ കിടക്കാനല്ല. യേശു അടുത്തു ചെന്നു, അവളെ കൈക്ക് പിടിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയും, ഇന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. തളർന്നു കിടന്നിടത്തു നിന്നും, തകർന്നു പോയിടത്തു നിന്നും, വഴി അടഞ്ഞെടുത്തു നിന്നും, വാതിലുകൾ അടഞ്ഞെടുത്തു നിന്നും നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. യേശു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തുടർന്ന് നാം കാണുന്നത്, പനി അവളെ വിട്ടുമാറി അവരെ ശുശ്രൂഷിച്ചു നാം വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിഷ്ടായുസ് യേശുവിനെ ശുശ്രൂഷിക്കാനുള്ളൊരായുസാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നെ ആവുന്നതുപോലെ, എന്നെ കൊണ്ടാവുന്നതുപോലെ. എല്ലാവരും അംഗീകരിച്ചെന്ന് വരില്ല, എല്ലാവരും മാനിച്ചെന്ന് വരില്ല, എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വരില്ല. പക്ഷേ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ഒരായുസ് ബലത്തോടെ നിൽക്കാൻ കർത്താവ് ഇന്ന് നമ്മുടെ അരികത്തേക്ക് വരികയാണ്. ഇതിനോട് ചേർത്ത് ഞാൻ വായിച്ചത്, യേശു അടുത്ത് എന്ന മറ്റൊരു സ്ഥലമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് ഒരു വിധവയുടെ ഏക മകനെ അവിടെ കാണുന്നുണ്ട്. അവൻ പട്ടണത്തിന്റെ വാതിലോടടുത്തപ്പോൾ ആ നയിൻ പട്ടണത്തിലെ ഒരു വിധവയുടെ ഏക മകനെ, മരിച്ചുപോയ ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ ശവമഞ്ചവും പേറിക്കൊണ്ട് അവന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി
അവനെ ചുമന്നുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പുരുഷാരത്തോടുകൂടെ താങ്ങാനാകാത്ത ദുഃഖം പേറി ഒരമ്മ തൻ്റെ മകൻ്റെ ശവമഞ്ചത്തെ പിൻഗമിക്കുമ്പോൾ അവിടെ പറയുന്നു, വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. അവളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ വേദനാഭാരമായിരുന്നു ആ മഞ്ചത്തിൽ കിടക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ മങ്ങിയ നിലയിൽ കാണാൻ ഇടവരുന്നത് ഏതൊരാൾക്കും സഹിക്കാവുന്നതിനപ്പുറമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ നിസ്സഹായതയിൽ കാണുന്നത്, ഏറ്റവും സ്നേഹിക്കുന്നവർ നിശ്ചലരായി നിൽക്കുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടവർ വഴിയടഞ്ഞവരായി വലയുന്നത് കാണുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കും സഹിക്കാവുന്ന ഒരു കാര്യമല്ല. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ തിരുവചനത്തിന് മുമ്പിലേക്ക് തിരിയുവാൻ എനിക്ക് ഇടയാക്കിയത് എൻ്റെ സഹോദരൻ്റെ രോഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, രോഗത്തിൻ്റെ പ്രയാസത്തിൽ എൻ്റെ ചേട്ടായി വലഞ്ഞു ജീവിച്ചൊരു കാലമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആഹാരം നേരെവണ്ണം കഴിക്കാത്ത ദിനങ്ങൾ, ഈ കരച്ചിലും കണ്ണുനീരുമായി കഴിഞ്ഞ ആ കാലത്താണ് ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടത്, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുത്തതെന്നാൽ എൻ്റെ സഹോദരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡെഡ് ബോഡി കൊണ്ടുവന്ന് ആംബുലൻസിൽ ഇറക്കുമ്പോൾ എല്ലാവരും നെടുവീർപ്പിട്ട് കരഞ്ഞു. ഒരു യൗവനക്കാരൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ആർത്തലച്ച് കരയുന്ന അമ്മയുടെ കരച്ചിൽ, സഹോദരങ്ങളുടെ കരച്ചിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നിലേക്ക് എത്തി നോക്കി ഒരു വാക്ക് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവേ, ഈ രോഗം എന്നെ യേശുവിലേക്ക് നയിച്ചു. ഈ സഹോദരൻ്റെ ജീവിതം എന്നെ യേശുവിനെ അറിയാൻ ഇടയാക്കി. കർത്താവേ, ഞാൻ ഈ ശവമഞ്ചത്തിൻ്റെ ഈ നിശ്ചലമായ ജീവിതത്തിൻ്റെ അരികത്ത് നിന്ന് പതറുകയില്ല. കർത്താവേ, എന്നെ നിന്റെ വേലയുടെ മുഖത്ത് ഉറപ്പിക്കണമേ എന്നെല്ലാം ഞാൻ അന്ന് പ്രാർത്ഥിച്ചതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോഴെല്ലാം ഓർക്കും, യേശു മനസ്സലിഞ്ഞ് ആ വിധവയുടെ മകൻ്റെ ശവമഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവിടെ പറയുന്നുണ്ട്, അവളോട് പറയുകയാണ്, കരയേണ്ട എന്ന് പറഞ്ഞ് അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ചിലർ ചുമക്കുകയാണ്, പ്രതീക്ഷയില്ലാത്ത ചുമടുകൾ, ഒരു പ്രതിഫലവും തരാത്ത ചുമടുകൾ കാലങ്ങളായി ചുമക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയില്ലാത്ത ചുമടുകൾ, ആശ്വാസം തരാത്ത ചുമടുകൾ, ഒരു പ്രതിഫലവും തരാത്ത ചുമടുകൾ പേറുന്ന അനേകരുണ്ട്. പക്ഷേ ആ ചുമക്കുന്നവരെ നിർത്തിക്കൊണ്ട് യേശു ആ മഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഇന്ന് പ്രതീക്ഷയില്ലാത്ത ചുമടുകൾ ചുമക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലർക്ക് അവരുടെ കുടുംബജീവിതം പ്രതീക്ഷയില്ലാത്തൊരു ചുമടാണ്. കുഞ്ഞുങ്ങൾ പ്രതീക്ഷയില്ലാത്തൊരു ചുമടാണ്. മാതാപിതാക്കൾ പ്രതീക്ഷയില്ലാത്തൊരു ചുമടാണ്. സഹോദരങ്ങൾ ഒരാശയും തരാത്ത ചുമടാണ്. ഒരു വാക്ക് വേണ്ടിയാൽ ഹൃദയത്തെ കീറി മുറിക്കുന്ന വാക്കുകൾ, മുൾമുനയേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ ചുമക്കുന്ന പേറുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് ഇന്ന് കർത്താവിൻ്റെ വചനം വെളിച്ചം വീശുകയാണ്. യേശു മഞ്ചത്തിൻ്റെ അടുത്ത് ചെന്നു. അവൻ മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുന്നുണ്ട്, ബാല്യക്കാരനെ പേര് ചൊല്ലി യേശു വിളിച്ചെഴുന്നേൽപ്പിച്ചു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഞാൻ പറയട്ടെ, യേശു നടന്നു ചെന്നിടത്തെല്ലാം, അവൻ അടുത്ത് ചെന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. അവൻ എവിടെയെല്ലാം അടുത്തടുത്ത് കയറി ചെന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അനേക ജീവിതങ്ങളിൽ യേശു നടന്നു കയറി അവിടെ അത്ഭുതം നടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് യേശു അടുത്ത് വന്നാൽ അത്ഭുതം നടക്കും. കണ്ണുനീരൊപ്പും, പ്രിയപ്പെട്ടവരെ വഴി മാറ്റും, പുതുവഴികൾ തുറക്കും. ആരും നിശ്ചയിക്കാത്ത വിധത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ചെവി കേട്ടിട്ടില്ല. അത് ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നിത്യനായ ദൈവം കരുതിയിട്ടുള്ളത് ഒരു ചെവി കേട്ട കാര്യമല്ല, ഒരു കണ്ണ് കണ്ട കാര്യമല്ല, ഒരു മനുഷ്യൻ ചിന്തിച്ച കാര്യമല്ല. കാരണം ഇന്ന് അവൻ നടന്നെടുത്തു വരികയാണ്. നടന്നെടുത്തു വരുമ്പോൾ നാം കുതിറി ഓടാതിരുന്നാൽ മതി, അകലം വിട്ട് നിൽക്കാതിരുന്നാൽ മതി, ദൂരം വിട്ട് അനുഗമിക്കാതിരുന്നാൽ മതി. അവൻ അടുത്തു വരുമ്പോൾ, കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഏത് കാൽപാദത്തിൽ വീണു, കർത്താവെ മഹാത്ഭുതങ്ങൾ വാരി വിതറുവാൻ ഞാനും എൻ്റെ പടകും യോഗ്യതയുള്ള സ്ഥലമല്ല കർത്താവെ, നിന്റെ ഒരു അത്ഭുതത്തിന്റെ വിത്ത് വിതച്ചു തരുവാൻ തക്കോണം എൻ്റെ ജീവിതം യോഗ്യതയുള്ളതല്ലെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ കാൽപാദത്തോട് അടുത്ത് അവൻ നമ്മോട് അടുത്തു വരുമ്പോൾ, കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്കതിനുള്ള യോഗ്യതയില്ല കർത്താവെ, നിന്റെ അത്ഭുതത്തിൻ്റെ ഒരു ജ്ഞാപകമായി തീരുവാൻ എൻ്റെ ജീവിതം യോഗ്യതയുള്ളെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ കാൽപാദത്തിൽ നാം വീഴുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ്, എവിടെയെല്ലാം അവൻ അത്ഭുതം ചെയ്തോ അതെല്ലാം എന്നും എന്നും ഓർമ്മിപ്പിക്കപ്പെടണം. അവൻ്റെ അത്ഭുതങ്ങളൊന്നും നാം മറന്നു പോകരുത്. ഞാൻ ഓർക്കും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സൊന്ന് വാടുമ്പോൾ, മനസ്സൊന്ന് തളരുമ്പോൾ, ഒന്ന് പാൽപാദം ഇടരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കും. കർത്താവെ, ഞാൻ എവിടെയെല്ലാം നിസ്സഹായായി നിന്നു, അവിടെ എന്നെ സഹായിച്ച യേശുവിൻ്റെ കരം. ഞാൻ എവിടെയെല്ലാം ഒരാശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കാനില്ലാതെ എൻ്റെ മുഖം മ്ലാനമായോ അപ്പോഴെല്ലാം ഈ വചനത്തിലൂടെ എന്നെ ധൈര്യപ്പെടുത്തി യേശുവിൻ്റെ വചനം ഞാൻ പെറുക്കി പെറുക്കി പറയാറുള്ള സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴെല്ലാം ഞാൻ തകർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ പണിയാൻ വന്ന യേശുവിൻ്റെ, എന്നെ മെനയുന്ന ആ നല്ല കുശവന്റെ കരങ്ങളെ, കർത്താവെ ആ കരം ഇപ്പോൾ എൻ്റെ തലയിലൊന്ന് എടുത്തു വെക്കണമേ എന്ന് യേശുവിനോട് ഞാൻ ആശയോടെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എപ്പോൾ ഞാൻ അറിയും, ഒരു പുതുജീവനായി, ഒരു പുതു ശക്തിയായി, ഒരു പുതിയ ബലമായി എൻ്റെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന അനുഭവങ്ങൾ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പത്രോസ് എൻ്റെ അമ്മാവിയമ്മയുടെ അടുക്കിലേക്കും ആ നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചത്തിൻ്റെ അരികത്തിലേക്കും നടന്നി എന്ന തൃപ്പാദങ്ങൾ നിശ്ചലമായിട്ടില്ല. പത്രോസിൻ്റെ അമ്മാവിയമ്മ ഒരുപക്ഷെ അവൾ പിന്നീട് മരണപ്പെട്ടു. അവൾ ഇന്ന് ഭൂമിയിലില്ല. നയീനിലെ ആ വിധവയും അവൻ്റെ മകനും ഇന്ന് ഭൂമിയിൽ ജീവനോടെയില്ല. പക്ഷേ മഞ്ചത്തിൻ്റെ അരികത്തേക്കും ആ പനിക്കിടക്കയ്ക്ക് അരികിലേക്ക് നടന്നി എന്ന യേശുവിൻ്റെ കാൽപാദങ്ങൾ ഇന്നും ഭൂമിയിൽ സജീവമാണ്. അത് ഇന്നും നടക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ആവശ്യക്കാരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. നിലവിളിക്കുന്നവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. വിളിക്കുന്നവൻ്റെ അരികത്തേക്ക് വരുന്നുണ്ട്. സഹായത്തിനു വേണ്ടി കരമുയർത്തുന്നവൻ്റെ അരികത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യേശുവിനോട് പറയാം, കർത്താവേ എൻ്റെ അടുക്കിലേക്ക് ആ തൃപ്പാദവുമായിട്ട് അവിടെ നിന്ന് നടന്നു വരണമേ. ആശയറ്റു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ കർത്താവെ, ഞാൻ ആശയറ്റ ചിറകറ്റൊരു പക്ഷിയെ പോലെ ആകാതെ കർത്താവെ, എനിക്കൊരു പ്രതീക്ഷയുടെ നാമ്പ് തരുവാൻ, ഒരു പുത്തൻ പ്രതീക്ഷ തരുവാൻ കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നമുക്ക് വാശയോടെ യേശുവിനെ വിളിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ മഹാത്ഭുതങ്ങൾ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞാൻ ഒരിക്കൽ കൂടെ പറയും, അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. കർത്താവ് എപ്പോഴും, ഗോഡ് എപ്പോഴും, ദൈവം എപ്പോഴും തൻ്റെ അത്ഭുതങ്ങൾ ഓർമ്മിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഹി കോസസ് ഹിസ് വണ്ടർഫുൾ വർക്ക്സ് ടു ബി റിമെമ്പേർഡ്. നമുക്കും നമ്മുടെ ജീവിതം ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.